നമസ്കാരം എല്ലാ കുട്ടികളും, ഗിരീഷ് സാറാണ്. ചതിച്ചു ഗൈസ്, പൊട്ടി എന്ന് പറഞ്ഞ ക്യാപ്ഷൻ ചുമ്മാ ഇട്ടതല്ല. പരീക്ഷ കഴിഞ്ഞപ്പോഴത്തേന് ഒരുപാട് അധ്യാപകരോട് നമ്മൾ സംസാരിച്ചപ്പോൾ നമുക്ക് കുറേ അധ്യാപകർ പറഞ്ഞു, സാറേ ഭയങ്കര പ്രയാസമുള്ള ക്വസ്റ്റ്യാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ +1 ഏറ്റവും മാത്സിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതുവരെ കാണാത്ത കുറേ ക്വസ്റ്റ്യൻസ് വന്നു. ചില അധ്യാപകർ പറഞ്ഞു, സാറേ അടിപൊളി ക്വസ്റ്റ്യൻ, ഫുൾ മാർക്ക് കിട്ടും. ഞാൻ അധ്യാപകരുടെ സ്ഥാനത്ത് എന്നല്ല പറയുന്നത്, കുട്ടികളുടെ സ്ഥാനത്താണ്. കാരണം കുട്ടികളാണല്ലോ പരീക്ഷ എഴുതുന്നത്, അധ്യാപകരല്ല. കുട്ടികളുടെ സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഒരു നല്ല ശതമാനം കുട്ടികൾക്കും തോന്നിയത്. അന്നേരം ഇതിൻ്റെ ഒരു പ്രയാസം എന്ന് പറയുന്നത്, +1 അത്യാവശ്യം ഫിസിക്സ് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, ബോട്ടണി സുവോളജി എളുപ്പമായിരുന്നു, ബോട്ടണി ഇച്ചിരി പ്രയാസമായിരുന്നു, കെമിസ്ട്രി വളരെ എളുപ്പമായിരുന്നു, ബാക്കി എല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റാണ് കേട്ടാ എല്ലാവിടെ അങ്ങ് തീർത്ത് കലവടച്ചിട്ട് അങ്ങ് മാത്സ് അങ്ങ് ഇറങ്ങി അങ്ങ് പോയി. അതാണ് +2ലും മാത്സ് ഇച്ചിരി ടഫായിരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അതിനെക്കാട്ടി ടഫ് എന്നാണ് +1 മാത്സിനെ കുറിച്ച് പറയുന്നത്. സാറിന് ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ 3 രീതിയിൽ ക്വസ്റ്റ്യൻ ഇടണമെന്നാണ്, 3 പാറ്റേൺ ഒക്കെ വന്നത്. നമ്മൾ BEd M.Ed ഒക്കെ പഠിച്ചിട്ട് അധ്യാപകർ ഈസി, വെരി ഈസി, ഡിഫിക്കൽട്ട്, വെരി ഡിഫിക്കൽട്ട്, ആവറേജ് ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ലെവലുകളൊക്കെ ഉണ്ട്. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ അറിയാവുന്നതെല്ലാം ടിക്ക് ചെയ്യുക. ഇത് പിള്ളേർ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുക്കുമ്പോഴേ ടിക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യത്തെ അറിയത്തില്ല, 2 അറിയത്തില്ല, 3 അറിയത്തില്ല, ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഒരാശ്വാസം. ബാക്കിയുള്ള പിള്ളേരെല്ലാം ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുന്നു. പഠിക്കുന്ന ബുദ്ധിയായിട്ടുള്ള പിള്ളേരും വളരെ കാര്യമായിട്ട് തന്നെ വളരെ വിഷമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. അന്നേരം ചില കുട്ടികൾക്ക് വളരെ സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള കുട്ടികൾ. കാരണം ഒന്നും പഠിച്ചോണ്ട് പോകാത്ത കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവർ മനസ്സ് നിറഞ്ഞ് ചിരിച്ചാണ്. കാരണം ഒന്നും പഠിക്കാത്തവരും എല്ലാം പഠിച്ചവരും തമ്മിൽ ഈക്വലായി അല്ലെങ്കിൽ സെയിം പിച്ചായ ഒരു അവസ്ഥയായിരുന്നു ഇന്നത്തെ മാത്സിൻ്റെ പരീക്ഷ. പൊതുവേ കുട്ടികളെ ശരിക്കും വലച്ച ക്വസ്റ്റ്യൻ, ആദ്യമായിട്ട് പബ്ലിക് എക്സാമിൽ മാത്രം കണ്ടുവരുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ കുറേ രീതിയിൽ കുട്ടികളെ വലച്ച ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ എബോ ആവറേജ് ആയിട്ടുള്ള കുറേ കുട്ടികൾ എഴുതിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ മൊത്തത്തിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണോ ഇടേണ്ടത്? ഇപ്പം എല്ലാം എളുപ്പമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയല്ലോ. അതും എക്സാം ഇടുന്നവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കി ശരിയാണ്. അത്ര എളുപ്പത്തിലെല്ലാം കിട്ടാൻ ശരിയാതില്ലല്ലോ, ഇച്ചിരി പ്രയാസമൊക്കെ ആയിരിക്കണം. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് അർമാദിക്കാനിരുന്ന കുട്ടികൾ പലപ്പോഴും രോമാഞ്ചിഫിക്കേഷനോടുകൂടി പോകാനിരുന്നവരെല്ലാം രോദനമായിട്ടുള്ള മാറി. വല്ലാത്ത ട്രാജഡി ആയി പോയി എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻസും കഴിയുമ്പോൾ, ആദ്യത്തെ പേജ് കഴിയുമ്പോൾ രണ്ടാമത്തെ പേജിലോട്ടൊക്കെ പോകുമ്പോഴൊക്കെ പ്രതീക്ഷകൾ അറ്ററ്റ് പോവുകയാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ കൂടുതൽ കുട്ടികളും തോൽക്കാനുള്ള ചാൻസാണ് വളരെ കൂടുതൽ. ഇത് ഞാൻ വളരെ ഓപ്പണായിട്ട് അങ്ങ് പറയുകയാണ്. കാരണം നിങ്ങൾ കമൻസ് ആയിട്ട് ഇട്ടേക്കുക. ചിലപ്പോൾ ഇതിനെ ഭയങ്കര ഗംഭീരമാണ്, നമ്മൾ പഠിപ്പിച്ച 60 മാർക്ക് കിട്ടും, 120 ഞങ്ങൾ പഠിപ്പിച്ച എല്ലാം കിട്ടും എന്നൊക്കെ പറയുന്ന അധ്യാപനമല്ല ഞാൻ. കുട്ടികളൊപ്പം നിൽക്കുന്ന ഒരു അധ്യാപനം പറയുകയാണ്. ഈ ക്വസ്റ്റ്യൻ അത്യാവശ്യം പ്രയാസമാണ്. അധ്യാപകരുടെ വിലയിരുത്തലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയതാണ് കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ല പ്രയാസമാണ്. അന്നേരം നിങ്ങളതിനകത്ത് വിഷമിക്കേണ്ട ആവശ്യകതയില്ല, ഇമ്പ്രൂവ്മെൻ്റ് എന്നൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി ഇതൊരുമാതിരി വല്ലാത്ത അധ്യാപനമായിട്ട് നമുക്ക് വേറെ ഭാഷയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. വല്ലാത്ത ക്വസ്റ്റ്യൻ ആയിപ്പോയി. ഇത് കടും കൈയായിപ്പോയി, ചതിച്ചു ഗൈസ്, പെട്ടു. അന്നേരം ശ്രദ്ധിക്കുക. ഇനി അങ്ങോട്ടായാലും സെക്കൻഡ് ഇയറിലായാലും ഏത് വിഷയമാണ് പാടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫിസിക്സ് ആകാം, കെമിസ്ട്രി ആകാം, മാത്സ് ആകാം, ഇത് ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ വരും. അന്നേരം പഠിച്ചോളുക, ടെൻഷനൊന്നും അടിക്കേണ്ട. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ടെൻഷൻ അധികമില്ല. എനിക്കൊന്ന് ടഫാണെങ്കിലും അടിച്ചു പൊളിച്ച് ചിരിച്ചാൽ ഇറങ്ങുന്ന കുട്ടികളാണ് കൂടുതൽ. എന്തായാലും നിങ്ങൾ കമൻസ് ഇട്ടേക്കുക. എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസിൽ മാറ്റങ്ങൾ, അഡീഷണൽ എന്തെങ്കിലും മാർക്ക് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടുന്ന മാർക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിരിക്കും. വിഷമിക്കേണ്ട ആവശ്യമില്ല. അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ എന്തായാലും കയറിയേ പറ്റൂ. നെവർ എവർ ഗിവ് അപ്പ്.